റാങ്കിങ് ലെക്ചേഴ്സ്. അപ്പൊ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാർഗറ്റ് ഗേറ്റ് 2026 ആണ്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെ പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റ സ്ട്രക്ചർ എന്ന സെക്ഷൻ 4 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ ഗേറ്റ് എക്സാം ഏകദേശം അടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ടെൻഷൻ അടിച്ച് എങ്ങനെ പഠിക്കും, എന്ത് പഠിക്കും എന്നുള്ളൊക്കെ കൺഫ്യൂഷനിലൊക്കെ ഇരിക്കും. അപ്പൊ ഇത് ജസ്റ്റ് ഒരു എന്താ റിഫ്രഷ്മെന്റ് പോലെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു സെക്ഷനിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നും എങ്ങനെയൊക്കെയാണ് അതിന് ആൻസർ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള കുഞ്ഞു ടിപ്സ് ഒക്കെയാണ് ഇതിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഈ ഗേറ്റ് എക്സാമിന് പൊതുവെ എന്താണ് MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് 1 or 2 മാർക്സിനാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ നെഗറ്റീവ് മാർക്സ് വരുന്നതുണ്ട്, നെഗറ്റീവ് മാർക്സ് വരാത്തതുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലാണ് നമ്മുടെ ഈ നെഗറ്റീവ് മാർക്സ് വരുന്നത്. അപ്പൊ മൾട്ടിപ്പിൾ സെലക്ഷൻ ക്വസ്റ്റ്യൻസിലും അതുപോലെ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസിലും എന്ത് വരുന്നില്ല, നെഗറ്റീവ്സ് വരുന്നില്ല. അപ്പൊ അറൌണ്ട് നമ്മുടെ ഈ ഒരു സെക്ഷനിന്, നമ്മുടെ കമ്പ്യൂട്ടർ സെക്ഷനിന് ഏകദേശം 72 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റ സ്ട്രക്ചറിന്റെ സെക്ഷനിന് അറൌണ്ട് ഒരു 18 മാർക്കിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മീൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു സെക്ഷൻ അത്യാവശ്യം നല്ല രീതിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ആണ് എന്നാ പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ സെക്ഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞത്, ഈ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇതൊരു അറൌണ്ട് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. ഇത് അറൌണ്ട് ഒരു 1 മാർക്സിനാണ് ചോദിച്ചിട്ടുണ്ടാവുക. അപ്പം ഇത്രയും വലിയ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ അതിന് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും, പോവും എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ പോവും. ചിലപ്പോൾ ഇത് സിമ്പിൾ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇതിന് ഡയറക്റ്റും വരും, ഇൻഡയറക്റ്റും വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൺഫ്യൂഷൻസ് വരും തന്ന ക്വസ്റ്റ്യൻസ് തമ്മിൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ചു നോക്കുക. അപ്പൊ നമ്മുടെ തന്നിട്ടുള്ള ഇത് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഷൻ ആർ എഫിഷ്യന്റ്ലി സപ്പോർട്ടഡ് ബൈ സ്റ്റാക്ക്. അപ്പൊ നിങ്ങൾ നോക്കുക ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ റോങ് ആണോ എന്ന്. അപ്പം സ്റ്റാക്ക് എന്താണ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്, നോട്ട് ദ പോയിന്റ്. സ്റ്റാക്ക് എന്താണെടാ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് അല്ലേ. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, റോങ് ആണ്. ഓക്കെ, ഇനി 2, implementing list on linked list is more efficient than implementing list on an array for at most all the basic list operations. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണെടാ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതെന്താണ്, നമ്മുടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് നമ്മുടെ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ അത് ഓർമ്മിച്ച് വെക്കുക. ഇനി അടുത്തത്, ഇംപ്ലിമെന്റിംഗ് ക്യൂ ഓൺ എ സർക്കുലർ അറേ ഈസ് മോർ എഫിഷ്യന്റ് ദാൻ ഇംപ്ലിമെന്റിംഗ് ക്യൂ ഓൺ എ ലീനിയർ അറേ വിത്ത് 2 ഇൻഡിക്കേറ്റ്സ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെടാ, കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ അഗെയിൻ അടുത്തത് നോക്കാം. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടേഷൻ ആർ എഫിഷ്യൻസി സപ്പോർട്ടഡ് ബൈ എ ക്യൂ. ക്യൂ എന്താണെടാ, ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെടാ, റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ ഫസ്റ്റും അതേപോലെ നമ്മുടെ 4 സ്റ്റേറ്റ്മെന്റും എന്താണെടാ, റോങ് ആണ്. അപ്പൊ നിങ്ങൾ വായിച്ച ആ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾക്ക് റൈറ്റ് ചെയ്താ റോങ് ചെയ്താന്ന് കിട്ടി. അപ്പൊ നമുക്ക് അതിന്റെ എബി ചോയ്സ് നോക്കാം. ചോയ്സ് നമുക്ക് അറിയാം. ഇപ്പൊ നമ്മുടെ സെക്ഷനിൽ നമ്പർ 2 ആൻഡ് നമ്പർ 3 സെക്ഷൻ എന്താണിടാ, നമ്മുടെ ട്രൂ ആണ്. ബാക്കിയുള്ള 3 സെക്ഷൻസും എന്താണിടാ, റോങ് ആണ്. അപ്പൊ അവിടെ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇത് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പൊ സ്റ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാക്ക് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, അതിന് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലേ എന്നുള്ള രീതിക്ക് കൺഫ്യൂഷൻസ് വരും. അതേപോലെ ഇവിടെ ക്യൂവിന്റെ സെക്ഷനിൽ ക്യൂ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആയിരിക്കും. അവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ട് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പൊ നിങ്ങൾക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആൻസർ മാറിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതിപ്പോ നമ്മുടെ ഓപ്ഷൻസ് 4 and 2 ആക്കി എടുത്തു പോകാനൊക്കെ ചാൻസ് എന്താണ്, കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള ആൻസേഴ്സിലേക്ക് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അതാണ് ശരിയെന്ന് വിചാരിച്ച് അതിലേക്ക് പോകും. അതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു സെക്ഷൻസ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് ആൻസർ ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ എന്താണ് ഇടാം, നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണല്ലേ.
A എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടു ആൻഡ് 3 ആണല്ലേടാ. അതായത് ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എസെൻഷ്യൽ ഫോർ കൺവേർട്ടിംഗ് ആൻ ഇൻഫിക്സ് എക്സ്പ്രഷൻ ടു പോസ്റ്റ്ഫിക്സ് ഫ്രം എഫിഷ്യൻലി? അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഓപ്ഷൻസ് നോക്കുക നിങ്ങൾ. ആൻ ഓപ്പറേറ്റർ സ്റ്റാക്ക്, an operator stack, an operand stack, an operand stack, an operator stack, a parse tree. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇത് എ ആണോ ബി ആണോ സി ആണോ എന്നുള്ള ആ കൺഫ്യൂഷൻസ് കൂടുതൽ വരാം. അതായത് നമ്മുടെ ഇൻഫിക്സ് പോസ്റ്റ് ഫിക്സിലേക്ക് മാറ്റുന്ന സമയത്തുള്ള ആ കൺവേർഷൻ, അപ്പൊ നിങ്ങൾ വിചാരിക്കും എഫിഷ്യന്റ് ആയിട്ടുള്ള കൺവേർഷൻ എന്ന് പറയുന്നത് എന്താണ്, ഓപ്പറേറ്റർ മാറുന്നതായിരിക്കും. അപ്പം ഓപ്പറേറ്റർ എന്താണ്? ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നിಗೆ പ്ലസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ സിമ്പിൾസ് ഇതായിരിക്കും. ഇന്നത്തെ ഓപ്പറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എ ബി, ഇതെന്താണ്, ഓപ്പറന്റ് ആണ്. അപ്പം നിങ്ങളെ കൺവേഴ്സിന്റെ സമയത്ത് നിങ്ങൾ വിചാരിക്കും അപ്പം ഇത് രണ്ടും അവിടെ മാറ്റം വരുന്നില്ലേ, അപ്പം ഇതായിരിക്കും ആൻസർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും, സി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയാണോ? അല്ല. അപ്പൊ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ എഫിഷ്യന്റ് ആയിട്ടുള്ള ഇൻഫിക്സ് എക്സ്പ്രഷൻ ടു ദ പോസ്റ്റ് ഫിക്സ് കൺവേർഷൻ ഏതാടാ? നമ്മുടെ എ ആണ്. ഓക്കെ, നമ്മുടെ എ ആണ് ഇവിടെയുള്ള കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബൈനറി സെർച്ച് ട്രീ ഈസ് ജനറേറ്റഡ് ബൈ ഇൻസേർട്ടിംഗ് ഇൻ ഓർഡർ ഓഫ് ദ ഫോളോയിങ് ഇൻറ്റിജർ. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത്, ബൈനറി സെർച്ച് ട്രീ. ദ നമ്പർ ഓഫ് നോഡ്സ് ഇൻ ദ ലെഫ്റ്റ് സബ്ട്രീ ആൻഡ് ദ റൈറ്റ് സബ്ട്രീ ഓഫ് ദ റൂട്ട് റെസ്പെക്റ്റീവ്ലി. അപ്പം നമ്മുടെ ഈ ഒരു സെക്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണടാ, നമ്മുടെ സബ്ട്രീ ബിൽഡ് ചെയ്യണം. അപ്പം ആ സബ്ട്രീ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ലെഫ്റ്റിൽ എത്രയാണുള്ളത്, നിങ്ങളുടെ റൈറ്റിന്റെ സബ്ട്രീ എത്ര, ഇത് എത്രയാന്നുള്ളത് ആണ് നിങ്ങളുടെ ചോദിച്ചിട്ടുള്ളത്. ഇത് എന്താ, നമ്മുടെ ഈ ബൈനറി സെർച്ച് ട്രീ ബിൽഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ആൻസർ തിരിഞ്ഞു പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ ട്രീ ഒന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനില് എന്തൊക്കെ തന്നിട്ടുണ്ടടാ? ക്വസ്റ്റ്യനിൽ 50, 15 again 62, 5, 20, 58, 91, 3, 8, 37, 60 and last one is 24. ഈ ഒരു ഓർഡറിലാണ് നമ്മുടെ ബൈനറി ട്രീ ഉള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, ബൈനറി ട്രീ ബിൽഡ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എന്താണെടാ, നമുക്ക് ഇത് ഈ ഒരു കളർ യൂസ് ചെയ്ത് നോക്കാം. അപ്പൊ 50 ആണ് നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഈ റൂട്ടിൽ നിന്ന് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യടാ, ഈ 15നേക്കാളും ചെറുതാണല്ലേ 50 വരുന്നത്. ദെൻ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഈ 15നേക്കാൾ വലിയ എമൗണ്ട് എടുത്തു. ദെൻ അഗെയിൻ പോകുന്ന സമയത്ത് ഇനി ഇവിടുത്തെ ഇത് നോക്കാം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, 15നേക്കാൾ ചെറുതാണല്ലേ 5, അഗെയിൻ 15നേക്കാൾ വലുതാണ് 20. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് 62നേക്കാളും ചെറുതാണ് എന്ത്, 58. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുക്കുക. 62നേക്കാളും വലുതാണ് എന്താ, നമ്മുടെ 91 വരുന്നത്. അഗെയിൻ 3, 8. അപ്പൊ നമ്മുടെ 5നേക്കാൾ ചെറുത് ഇങ്ങോട്ടും വലുത് നമ്മൾ ഈ സൈഡിലേക്ക് എഴുതാം. അഗെയിൻ നമുക്ക് എന്ത് വരുന്നുണ്ടടാ, 20നേക്കാളും വലുതല്ലേ നമ്മുടെ 37. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് ഇങ്ങോട്ടേക്ക് റൈറ്റ് സൈഡിലേക്ക് ബിൽഡ് ചെയ്യാം. അഗെയിൻ 58നേക്കാളും വലുതാണ് എന്താടാ, നമ്മുടെ 60 വരുന്നത്. ഇനി അഗെയിൻ നമ്മളെ 24 നമ്മൾ എന്ത് ചെയ്യുക, 37നേക്കാളും സ്മോളർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് ഇങ്ങോട്ടേക്ക് കണക്ഷൻ കൊടുത്തു. ഓക്കെ, ഇനി നിങ്ങൾ നോക്കാം, ഇതാണ് എൻ്റെ റൂട്ട്. ഓക്കെ, അപ്പം നമ്മുടെ ചോയ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കാം. നമ്മുടെ ചോയ്സിൽ എന്തൊക്കെ ഉണ്ട്, 4, 7 വരുന്നുണ്ട്, അതേപോലെ 7, 4 വരുന്നുണ്ട്.
അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ട് എന്താ പറയാ ചോയ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ലെഫ്റ്റും റൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ മാറിപ്പോവും. അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ എങ്ങനെയാ വരുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്താണെടാ, ഈ ഒരു പോർഷൻ ആണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് വരുന്നത്. നമ്മുടെ റൈറ്റ് സൈഡ് വരുന്നത് ഈ ഒരു പോർഷൻ ആണ്. അപ്പോ നമ്മുടെ ലെഫ്റ്റ് സബ് ട്രീ എത്ര വരുടാ? ലെഫ്റ്റ് സൈഡിൽ എത്ര വരും? 1 2 3 4 5 6 7. ഓക്കെ, 7 കിട്ടും. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നമുക്ക് റെഡ് കളറിൽ എഴുതാം. ഇനി നമ്മുടെ റൈറ്റ് സൈഡ് നോക്കുക. 1 2 3 4. അപ്പൊ നമ്മുടെ ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്? 7 4 ആണല്ലേ നമ്മുടെ കറക്റ്റ് ആൻസർ. അതായത് ബി ആണ് എന്താടാ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതാണ് നമ്മുടെ കറക്റ്റ് മെത്തേഡ് എന്ന് നിങ്ങൾ കരുതുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും? റൂട്ടിന് മാറ്റാതെ റൂട്ടും കൂടി ആഡ് ചെയ്തു എന്ന് വിചാരിക്കാം. റൂട്ടും കൂടി ആഡ് ചെയ്ത് ചെയ്യുമ്പോൾ എത്ര എങ്ങനെ വരടാ? 8 വരാം അല്ലേ? എഗെയിൻ നിങ്ങൾ എന്ത് ചെയ്തു? ഇനി സബ് ട്രീ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സെലക്ട് ചെയ്തു. അപ്പൊ എന്താ 8 3 ഇത് വരാനുള്ള പോസിബിലിറ്റി വരുന്നില്ലേ? ഇനി നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മാറിപ്പോയാൽ ഈ സെറ്റിലേക്ക് വരും. അപ്പം ആലോചിക്കുക, ട്രീ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർലി മനസ്സിലാവും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ട്രീ ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിന്റെ കറക്റ്റ് മെത്തേഡിലാണോ ഈ സോൾവിങ് വരുന്നത് എന്ന് നോക്കുക. ദെൻ അഗെയിൻ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് പോർഷൻ, ഇതാണ് നമ്മുടെ റൈറ്റ് പോർഷൻ, നോട്ട് ദിസ്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? ദ ഫോളോയിങ് നമ്പർ ആർ ഇൻസേർട്ടഡ് ഇൻ ടു ആൻ എംപ്റ്റി ബൈനറി സെർച്ച് ട്രീ ഇൻ ദ ഗിവൺ ഓർഡർ. ഈ ഒരു ഓർഡറിലാണ് എന്താടാ നമുക്ക് ഈ ബൈനറി ട്രീ ബിൽഡ് ചെയ്യേണ്ടത്. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബൈനറി സെർച്ച് ട്രീ? The height is the maximum distance of the leaf node from the root. അതായത് നമുക്ക് തന്നിട്ടുണ്ട്, ഒരു ഓർഡർ തന്നിട്ടുണ്ട്. ഈ ഒരു ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ബൈനറി ട്രീ ബിൽഡ് ചെയ്തിട്ട് നമ്മുടെ ലീഫ് നിന്ന് റൂട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കുക. അപ്പം ആ ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അതിൽ ഏതാ വരണമെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് ട്രീ ബിൽഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ട്രീ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇവിടെ എന്താടാ ചെയ്യുക? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ 10 ആണല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇൻസേർട്ട് 10 കൊടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 10 ഇവിടെ ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താണ്? ഇൻസേർട്ട് 1 ആണല്ലേ? അപ്പം 10നേക്കാൾ ചെറുതല്ലേ? അപ്പൊ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യും? ലെഫ്റ്റ് സൈഡിലേക്ക് അത് മാപ്പ് ചെയ്യും. അഗെയിൻ ഇൻസേർട്ട് ഏതാടാ നമ്പർ വരുന്നത്? 3 അല്ലേ? അപ്പം 10. അപ്പൊ 10നേക്കാളും ചെറുതാണ് 1. അപ്പൊ ഇവിടെ 1 വന്നു. 1നേക്കാളും വലുതല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 1ന്റെ റൈറ്റ് സൈഡിലേക്ക് അത് മെൻഷൻ ചെയ്യും. അഗെയിൻ നമ്മൾ എന്താടാ? ഇൻസേർട്ട് 5 അല്ലേ? നമുക്ക് നെക്സ്റ്റ് പേജിൽ ചെയ്യാം. ഇവിടെ നമ്മൾ ഇൻസേർട്ട് എത്രയാടാ വരുന്നത്? 5 അല്ലേ? ഇപ്പൊ 5 വരുന്ന സമയത്ത് 10 നമ്മളിവിടെ ഓൾറെഡി എഴുതി. 1 ഇവിടെ വരുന്നു. അഗെയിൻ 3 ഇവിടെ വരുന്നു. അഗെയിൻ 5 ഇവിടെ വരുന്നു. ഇനി നെക്സ്റ്റ് എന്താടാ? അടുത്തത് ഇൻസേർട്ട് ഏതാണ്ടാ നമ്പർ വരുന്നത്? 15 ആണല്ലേ? ഇൻസേർട്ട് 15. ഇൻസേർട്ട് 15. അപ്പം 10നേക്കാൾ ഇത് ഓൾറെഡി നമ്മൾ ബിൽഡ് ചെയ്ത ട്രീ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നു. ദെൻ 5. അഗെയിൻ ഇവിടെ എന്ത് വരടാ? 10നേക്കാളും വലുതാണ് എന്ത്? 15. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നടാ? 12 ഇൻസേർട്ട് ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ ഇൻസേർട്ട് 12 വരുന്ന സമയത്ത് എന്ത് ചെയ്യടാ? 15നേക്കാളും ചെറുതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റെപ്പിലേക്ക് എഴുതും. അഗെയിൻ 16. അപ്പൊ ഇൻസേർട്ട് 16 15നേക്കാളും വലുതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ട്രീ. അപ്പൊ നമ്മുടെ ഫൈനൽ ട്രീ നമ്മളിവിടെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഡിസ്റ്റൻസ് ലീഫ് നോഡിന് മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്.
അപ്പം ലീഫ് നോഡിലേക്ക് മുകളിലേക്ക് നിറയുന്നത് നമ്മൾ നോക്കാം. 1 2 3 വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അഗെയിൻ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കാം, 2 വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഈ രണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും ലീഫിൽ എന്ത് ചെയ്യുക, നമ്മുടെ പോസിബിലിറ്റി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെ വരുന്നത് നമ്മുടെ 5 ആണ്. അപ്പൊ 5 എന്ന് മുകളിലേക്കുള്ള ലീഫ് നോഡിന്റെ ഡിസ്റ്റൻസ് എടുക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടുടാ, 3. അതായത് 1 2 അഗെയിൻ 3. അപ്പൊ നമ്മുടെ ആൻസർ എന്താണെടാ, ബി ആണല്ലേ. 3 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണെടാ, ബി ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A binary search tree contains the number of 1 2 3 4 5 6 7 8. When the tree is traversed in pre-order and the values in each node printed out, the sequence of the values obtained is 5 3 1 2 4 6 7 8 7. If tree is traversed in post order, the sequence obtained would be, അതായത് നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ ആണ് നമ്മുടെ ബൈനറി സെർച്ച് ട്രീ നമ്മൾ ബിൽഡ് ചെയ്യണം. അവിടെ നിന്ന് എന്ത് ചെയ്യണം, നമ്മുടെ എന്ത് ചെയ്യുന്നത്, ട്രാവേഴ്സ് എന്ത് പോസ്റ്റ് ഓർഡറിൽ നമ്മുടെ ഈ ട്രീനെ ട്രാവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ഓപ്ഷൻസിൽ ഏതോ ആണ് എന്ത് നമ്മുടെ ആൻസർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് നമുക്ക് ട്രീ ബിൽഡ് ചെയ്യാം. അപ്പൊ ട്രീ ബിൽഡ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന പോയിന്റ്സ് ഫസ്റ്റ് നമുക്ക് ട്രീ ബിൽഡ് ചെയ്യാൻ വേണ്ടി 5 3 1 5 3 1 2 again 4 6 8 7. ഇതാണ് നമുക്ക് ട്രീ ബിൽഡ് ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ട്രീ ഫസ്റ്റ് ബിൽഡ് ചെയ്യാം. 5 3 1 2 again 4 6 8 7. ഇതാണ് എന്ത് എൻ്റെ ബൈനറി സെർച്ച് ട്രീ. അപ്പൊ അതിന്റെ പ്രീ ഓർഡർ നമുക്ക് നോക്കാം. അപ്പൊ അതെങ്ങനെ വരുടാ, നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് നമ്മൾ ഇവിടെ ഇങ്ങോട്ട് നോക്കും, ദെൻ അഗെയിൻ ഇങ്ങോട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ സ്റ്റെക്കായി നിന്ന് അഗെയിൻ ഇവിടെ നമ്മൾ പിന്നെയും നോക്കും, ദെൻ ഇവിടേക്ക് പോകും, അവിടെയും സ്റ്റെക്കായി, ദെൻ എന്ത് ചെയ്യും, നമ്മൾ താഴത്തുനിന്ന് പിന്നെയും ഈ ഓർഡർ പോകും. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് എങ്ങനെ വരുടാ നമ്മുടെ ഓർഡർ, 2 ന്ന് 1ലേക്കാണല്ലേ നമ്മുടെ ഫസ്റ്റ് പോവാ. അപ്പം 2 കോമ, പിന്നെ നമുക്ക് എന്താണ് ഇടാ വരുന്നത്, 2 ന്ന് നമ്മൾ 1ലേക്ക് പോകും. അപ്പം 1 അഗെയിൻ 1 ന്ന് എന്ത് ചെയ്യും, 3ലേക്ക് പോകും. പോവോ? നോ. ഇവിടെ എന്ത് ചെയ്യും, സ്റ്റെക്ക് ആവും. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ അടുത്തത് ഇവിടുന്ന് ഇതും കൂടി ചേർന്നിട്ട് അങ്ങോട്ട് പോവാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ 4 അഗെയിൻ നമ്മൾ എന്ത് ചെയ്യും, 4 കഴിഞ്ഞ് അടുത്തത് നമ്മൾ 3ലേക്ക് പോകും. ഇവിടെ ഇനി സ്റ്റെക്കായി അവിടെ നിൽക്കും. അടുത്ത പോയിന്റ് എന്താണ് ഇടാ, 3 വരും. അഗെയിൻ ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, റൂട്ടിലേക്ക് എത്തണമെങ്കിൽ ദെൻ അഗെയിൻ ഈ ഒരു സ്റ്റെപ്പ് പോകണം. അപ്പൊ ആ സ്റ്റെപ്പ് എങ്ങനെ വരും ഇടാ, 7 8 6 5. അപ്പം ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്രാമത്തതാണ് ഇടാ, ഡി ആണല്ലേ നമ്മുടെ ആൻസർ വരുന്നത്. ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷൻ എന്താണ്, ഈ ട്രീ ബിൽഡ് ചെയ്യുന്നത് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ആൻസേഴ്സിലും ഡിഫറൻസ് വരാം. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ട്രീ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ട്രീ ബിൽഡിങ് എങ്ങനെയാണെന്നും അതിന്റെ സ്ട്രക്ചർ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്നുള്ളത് ഒന്ന് ഓർമ്മിച്ചേക്കാം. അതായത് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ചെയ്ത് ആ ഒരു ഓർഡർ നിങ്ങൾക്ക് റെഡിയാവും. അപ്പം ഇത്രയും ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ എന്താ പറയാ, ആ ഒരു കൺസെപ്റ്റിലെ കുഞ്ഞു സെക്ഷൻസ്, അതായത് നിങ്ങൾക്ക് സിമ്പിൾ ആണെന്ന് നിങ്ങൾ വിചാരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോകും. അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരു 5 ക്വസ്റ്റ്യൻസിന്റെ അടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. അപ്പൊ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ചുമ്മാ എക്സാംസിന് കുറെ തിയറി സെക്ഷൻസും അല്ലെങ്കിൽ പ്രോബ്ലം സെക്ഷനും മാത്രം ചെയ്ത് പഠിച്ചിട്ട് കാര്യമില്ല. അത്
അതിന്റെ എന്താ പറയുക, ഇതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ആൻസർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ചിലപ്പോൾ നമ്മൾ ചെയ്തു വരുന്ന സമയത്ത് മറ്റൊരു ആൻസർ ആയിരിക്കാം ഇതിന്റെ ആൻസർ. അപ്പം അതെല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഓർമ്മിച്ച് ആലോചിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇനി വരുന്ന ഗേറ്റ് എക്സാമിന് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങളെ ഗേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ഇനി ഗേറ്റ് എക്സാം പോകുന്ന ആൾക്കാർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു. ബൈ.